ശബരിമലയിൽ തൊട്ടാൽ പൊള്ളും. സുരേന്ദ്രന് പിന്നാലെ കുമ്മനവും എത്തുമ്പോൾ ഇനി എന്തായിരിക്കും കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷനും മിസോറാം മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരൻ പറഞ്ഞു കഴിഞ്ഞു. വിഷയം ഉന്നയിക്കാതിരിക്കുന്നത് ഒളിച്ചോട്ടമാണ്. മതധ്രുവീകരണത്തിനല്ല, ആരാധനാ സ്വാതന്ത്ര്യം എന്ന നിലയിൽ ശബരിമല പരാമർശിക്കുമെന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഇന്നലെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രനും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തള്ളി രംഗത്തെത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഉൾപ്പെടെയുള്ള മതപരമായ പ്രശ്നങ്ങൾ പ്രചാരണായുധമാക്കാനില്ലെന്ന് പറഞ്ഞ തിരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെയായിരുന്നു സുരേന്ദ്രന്റെ പരാമർശം. തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് സുരേന്ദ്രൻ ആവർത്തിച്ചു. വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ ചർച്ച ചെയ്യുകയും ചെയ്യുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. വിഷയം ചർച്ചയാക്കരുതെന്ന് പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അധികാരമില്ലെന്നും BJP നേതാവ് K. സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞതിന് പിന്നാലെയാണ് കുമ്മനത്തിന്റെ പ്രതികരണം. സാമുദായിക ധ്രുവീകരണത്തിന് ഇടയാകും വിധം പ്രചാരണം പാടില്ലെന്ന ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. മതം, ദൈവം എന്നിവ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണ്. ഇത് ശബരിമല വിഷയത്തിനും ബാധകമെന്നാണ് ടിക്കാറാം മീണ പറഞ്ഞത്. ആരും ലക്ഷ്മണ രേഖ ലംഘിക്കരുത്, പാർട്ടികളുമായി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. മതത്തെയോ ദൈവത്തെയോ കോടതി വിധികളെയോ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കരുതെന്നും ഉപയോഗിച്ചാൽ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാകുമെന്നാണ് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത്. ശബരിമല വിഷയം തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാമോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചപ്പോഴായിരുന്നു അദ്ദേഹം കൃത്യമായി മറുപടി നൽകിയത്. ശബരിമല പോലെ സുപ്രീം കോടതി വിധി ബാധകമായ വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചയിൽ നിർദ്ദേശം നൽകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ശബരിമലയുടെ പേരിൽ വോട്ട് പിടിക്കരുത്, ശബരിമല തിരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് ചട്ടലംഘനമാണ് എന്നതിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറച്ചു നിൽക്കുന്നത്. ശബരിമലയിലെ യുവതീ പ്രവേശനം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതിനെതിരെ നടക്കുന്ന പ്രചാരണം ഫലത്തിൽ സുപ്രീം കോടതി വിധിക്കെതിരെയുള്ളതാകും എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ BJP എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ കാണുക എന്നുള്ളത് നിർണായകമാണ്. ദൈവവും മതങ്ങളും ജാതിയും എന്നിവയെ പ്രചാരണ വിഷയമാക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന് എതിരാണെന്നിരിക്കെ കേരളത്തിൽ ഏതൊക്കെ പ്രചാരണായുധങ്ങളായിരിക്കും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിട്ട് നിൽക്കുക എന്നുള്ളതും ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും.